അങ്ങനെ قال هي عصاي أتوكأ عليها وأهش بها على غنمي ولي فيها مآرب أخرى. അത് മൂസ നബി അള്ളാഹിനോട് വർത്താനം പറഞ്ഞതാണ്. അല്ലാതെ പുറത്തുനിന്ന് ഫോൺ ചെയ്യുന്നവരോട് അത് വേണ്ട. ഈ ഫോൺ വല്ലാത്ത നാശം ഉണ്ടാക്കി. വളരെ ശ്രദ്ധിക്കണം. മൊബൈലൊക്കെ വലിയ നാശങ്ങൾ കൊണ്ടുവന്നു. അതുകൊണ്ട് റബ്ബിന് വഴിപ്പെടുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅഖ്ബല ബഅളുഹും അലാ ബഅളിൻ യതസാഅലൂൻ. ഖാലൂ ഇന്നാ കുന്നാ ഖബ്ലു ഫീ അഹ്ലിനാ മുശ്ഫിഖീൻ ഫമന്നല്ലാഹു അലൈനാ വവഖാനാ അദാബസ് സമൂം ഇന്നാ കുന്നാ മിൻ ഖബ്ലു നദ്ഉ ഇന്നഹു ഹുവൽ ബർറുർ റഹീം. അർത്ഥം പറയട്ടെ ഒറ്റ വാക്ക്. സ്വർഗത്തിൽ കയറിയാൽ നല്ല ബാപ്പ, നല്ല ഉമ്മ, അവർക്ക് നല്ല മക്കൾ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. കൂടെ ഇരിക്കാൻ അള്ളാഹു സ്വർഗത്തിൽ സൗകര്യം ചെയ്തു കൊടുക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്നിട്ട് പറയും ബാപ്പയും ഉമ്മയും മക്കളും സ്വർഗത്തിന്റെ ഒരു ഓരത്ത് ഇങ്ങനെ ഇരിക്കും, നല്ല സൗകര്യത്തിൽ. അപ്പോൾ അവർ തമ്മിൽ യതസാഅലൂൻ, നമ്മൾ എങ്ങനെയാ ഇവിടെത്തിയത് എന്ന് അവർ പരസ്പരം കുശലാന്വേഷണം നടത്തും. അപ്പോൾ അവൾ പറയും ഖാലു ഇന്നാ കുന്നാ ഫീ അഹ്ലിനാ മുശ്ഫിഖീൻ, നമ്മൾ നമ്മളെ കുടുംബത്തിൽ പടച്ചോനെ പേടിച്ച് ജീവിച്ചിട്ടുണ്ട്. പാപ്പ പറയും ഞാൻ കഴിയുന്ന രൂപത്തിൽ ഞാൻ പടച്ചോനെ പേടിച്ച്. ഉമ്മയും പറയും ഞാൻ കഴിയുന്ന രൂപത്തിൽ ഞാനും പടച്ചോനെ പേടിച്ച്. അപ്പോൾ കുട്ടികളും അങ്ങനെ തെർബിയത്ത് ചെയ്ത് ഇന്നാ കുന്നാ ഫീ അഹ്ലിനാ മുശ്ഫിഖീൻ. സ്വർഗത്തിലെ ഒരവസ്ഥയാണിത്. ഈ ഇരുത്തം സ്വർഗത്തിൽ ഇരിക്കണമെന്ന് പൂതിയുള്ളവരെ കുടുംബം നന്നാക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരു ബാപ്പ, ഒരു ഭർത്താവ് പെട്ടെന്ന് അറ്റാക്കിൽ മരിച്ചുപോയി. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. സ്വന്തം മക്കളെയും ഭാര്യമാരെയും നരകത്തിൽ വരുന്നതിനെ തൊട്ട് സൂക്ഷിച്ചുകൊള്ളൂ എന്ന ആയത്തിറങ്ങിയപ്പോൾ ഒരു സ്വഹാബി പെട്ടെന്ന് അറ്റാക്കിൽ മരിച്ചുപോയി. അതുകൊണ്ട് ആണുങ്ങളെ, പെണ്ണുങ്ങളെ സൂറത്ത് തൂറിൽ 25, 26, 27, 28 ആയത്തുകൾ ഫമന്നല്ലാഹു അലൈനാ വവഖാനാ അദാബസ് സമൂം ഇന്നാ കുന്നാ മിൻ ഖബ്ലു നദ്ഉ ഇന്നഹു ഹുവൽ ബർറുർ റഹീം. നമ്മൾ ഇടക്കിടക്ക് അള്ളാഹിനോട് ദ്വാർന്നിരുന്നല്ലോ. വാപ്പാന്റെ ഉമ്മാന്റെയും കടമയാണ് നോമ്പ് തുറക്കുന്ന നേരത്തെ വാപ്പയും ഉമ്മയും എന്ത് ചെയ്യുക? വാപ്പ ദ്വാർക്ക, ഉമ്മയും മക്കളും ആമീൻ പറയാ. ഇന്നാ കുന്നാ നദ്ഉ ഇന്നാ കുന്നാ മിൻ ഖബ്ലു നദ്ഉ ഇന്നഹു ഹുവൽ ബർറുർ റഹീം. ഇങ്ങനൊരു കുടുംബ ജീവിതം നമുക്ക് കൊണ്ടുവരണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലാക്കണമേ റബ്ബേ. ഇൽമു നാഫിയാക്കണമേ റബ്ബേ. അല്ലാഹുവേ ഖുർആനിനെ സഹായിച്ചവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ റബ്ബേ. അല്ലാഹുവേ ദാറുൽ ഖുർആൻ ഈ ജനങ്ങൾ വാരിക്കോരി നൽകിയിട്ടാണ് ദാറുൽ ഖുർആൻ എന്ന ഒരു സ്ഥാപനം, ഖുർആന്റെ വിളവിന് വേണ്ടി ഒരു സ്ഥാപനം നിന്റെ തൗഫീഖിനാൽ ഉണ്ടായത്. അല്ലാഹുവേ ഇനിയും അവരെ സഹായിക്കുന്നവരെ നീ സഹായിക്കണമേ തമ്പുരാനെ. സഹായിച്ചവരെയും സഹായിക്കുന്നവരെയും നീ സഹായിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ കഴിവുള്ളവരുടെ പണപ്പെട്ടികൾ ആ നന്മയുടെ ആവശ്യത്തിലേക്ക് നീ തുറന്നു തരണമേ റബ്ബേ. ഞങ്ങൾ റമളാൻ ഖബൂലാക്കണമേ റബ്ബേ. ഖൈറിന് സഹകരിക്കുന്നവരിൽ ഞങ്ങളെ പെടുത്തണമേ റബ്ബേ. ഷെറിനെ തൊട്ട് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ റബ്ബേ. അല്ലാഹുവേ നല്ല ഭർത്താവായി തീരാൻ ആണുങ്ങൾക്കും നല്ല ഭാര്യയായി തീരാൻ പെണ്ണുങ്ങൾക്കും റബ്ബേ നീ തൗഫീഖ് ചെയ്യണമേ തമ്പുരാനെ. നീ സഹായിക്കണമേ റബ്ബേ. ഞങ്ങളെ നാവും ഞങ്ങളെ ഒരുമിച്ച് കൂട്ടലും ഈ പ്രവർത്തനവും നിന്റെ മദദിന് വേണ്ടിയാകണമേ റബ്ബേ. അതിനെ വെച്ച് ചെറുപ്പക്കാരിവിടെ ഉണ്ട്, അവരുടെ ആഫിയത്തിൽ ബറക്കത്ത് ചെയ്യണമേ റബ്ബേ. അവർ ആർക്കെങ്കിലും ഓക്കാനിക്കുന്നവരാകരുത് റബ്ബേ. അവർ സമുദായത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തിയാകണമേ തമ്പുരാനെ. നന്മയുടെ മക്കളാകണമേ റബ്ബേ. അല്ലാഹുവേ മോട്ടോർ സൈക്കിളിൽ തിരക്കിട്ട് സഞ്ചരിക്കുന്ന അനവധി ആളുകളാണ് ഈ ചെറുപ്പക്കാർ. തൊഴിലിന് വേണ്ടി, നിത്യവൃത്തിക്ക് വേണ്ടി, ഉമ്മാക്ക് കഞ്ഞി വാങ്ങിക്കൊടുക്കാൻ വേണ്ടി പഠിച്ചവനെ അവർ സഞ്ചരിക്കുന്ന ആ വാഹനം നിന്റെ കയ്യിലാകണമേ തമ്പുരാനെ.
അള്ളാഹുവേ, വായുവിൽ സഞ്ചരിക്കുന്നവരെയും മഈശത്ത് തേടി ഗൾഫിൽ പോയവരുണ്ട്. വായുവിൽ സഞ്ചരിക്കുന്നവരെയും കടലിൽ സഞ്ചരിക്കുന്നവരെയും കരയിൽ സഞ്ചരിക്കുന്നവരെയും നീ കാക്കണമേ തമ്പുരാനെ. അള്ളാഹുവേ, ക്യാൻസർ ഉള്ള ഒരാൾ ഈ കൂട്ടത്തിൽ ഉണ്ടാകരുത് തമ്പുരാനെ. ക്യാൻസർ ഉള്ള ഒരാൾ ഈ കൂട്ടത്തിൽ ഉണ്ടാകരുത് റബ്ബേ ഇലാഹേ നസ്അലുക യാ അല്ലാഹ് ബിഅന്നക അൻതല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത അൽ വാഹിദ് അൽ അഹദ് അസ്സമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. റബ്ബേ, ഈ സദസ്സിൽ കൂടിയ മഹാന്മാരെ ബറക്കത്ത് കൊണ്ട് ക്യാൻസർ ഒഴിവാക്കി തരണമേ റബ്ബേ. ക്യാൻസർ ഒഴിവാക്കി തരണമേ റബ്ബേ. ക്യാൻസർ ഒഴിവാക്കി തരണമേ റബ്ബേ. കിഡ്നിയുടെ തകരാറിനെ തൊട്ട് കാക്കണമേ റബ്ബേ. ഹാർട്ടിന്റെ തകരാറിനെ തൊട്ട് കാക്കണമേ റബ്ബേ. പെട്ടെന്നുള്ള മരണത്തിനെ തൊട്ട് കാക്കണമേ റബ്ബേ. നിന്റെ പൊരുത്തത്തിലായി ദീർഘായുസ്സോടുകൂടി ജീവിച്ച് അനവധി നന്മ ചെയ്ത് നല്ലവരായി മരിക്കാൻ തൗഫീഖ് ചെയ്യണമേ റബ്ബേ. അള്ളാഹുവേ, രക്ഷിതാവേ, കച്ചവടക്കാരെ കച്ചവടത്തിൽ ബറക്കത്ത് ചെയ്യണമേ റബ്ബേ. ഏതൊരു കാര്യം പറഞ്ഞാലും ഒരു ഖൈറിലേക്ക് പണപ്പെട്ടി തുറക്കുന്നവരാണ് ഇവരെല്ലാം. അള്ളാഹുവേ, കച്ചവടക്കാരെ കച്ചവടത്തിൽ ബറക്കത്ത് ചെയ്യണമേ റബ്ബേ. കൃഷിക്കാരെ കൃഷിയിൽ ബറക്കത്ത് ചെയ്യണമേ റബ്ബേ. ഉൽപ്പന്നത്തിലും വിളവിലും വെള്ളത്തിലും കാലാവസ്ഥയിലും ബറക്കത്ത് ചെയ്യണമേ റബ്ബേ. അള്ളാഹുവേ തമ്പുരാനെ, കാഴ്ചയില്ലാത്ത ഒരുപാട് ആളുകൾ ഈ ക്ലാസ്സിന് പലരുമായി പല ദിവസങ്ങളും ഇന്നടക്കം വന്നിട്ടുണ്ട്. മറ്റുള്ളവരുടെ സഹായത്തോടെ കാഴ്ചയില്ലാതെ ഈ ക്ലാസ്സിന് വന്ന ഒരുപാട് സാധുക്കളായ അന്ധന്മാരുണ്ട്. റബ്ബേ, അവർക്ക് പരലോകത്ത് ഏറ്റവും ഉന്നതന്മാരായി ആരെയും മുന്നിലോടുന്ന കാഴ്ച നൽകണമേ തമ്പുരാനെ. അള്ളാഹുവേ, അവരെ ബറക്കത്ത് കൊണ്ട് അവരുടെ ചവിട്ടടിയുടെ ബറക്കത്ത് എന്തിനേക്കാളും ഉന്നതമല്ലേ റബ്ബേ. അതുകൊണ്ട് ഞങ്ങളെ ദുആഇനെ കബൂലാക്കണമേ റബ്ബേ. സ്വീകരിക്കണമേ പഠിച്ചോനെ, ഞങ്ങളെ കബൂലാക്കണമേ റബ്ബേ. അള്ളാഹുവേ, ഈ മറക്കപ്പുറം ആയിരക്കണക്കായ പെൺകുട്ടികൾ വിവാഹപ്രായം എത്തിയിട്ടുണ്ട്. പഠിച്ചവന് അനുയാജ്യരായ ഭർത്താക്കന്മാരെ നീ എളുപ്പമാക്കി കൊടുക്കണമേ റബ്ബേ. നീ എളുപ്പമാക്കണമേ റബ്ബേ. കാര്യം നീ ഏറ്റെടുക്കണമേ റബ്ബേ. അവരെ കാര്യം എളുപ്പമാക്കണമേ റബ്ബേ. അള്ളാഹുവേ, എന്റെ പുതിയാപ്പിള ഇന്നലെ പറഞ്ഞതുപോലെ ആയിരുന്നെങ്കിൽ, ആ വസ്തുവിന്റെ പുതിയാപ്പിളക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് കരുതി കണ്ണീർ കുടിക്കുന്ന അനവധി സഹോദരന്മാർ ആ മറക്കുള്ളിലുണ്ട്. പഠിച്ചവനെ, അവരുടെ കണ്ണീരിന് പരിഹാരം ഉണ്ടാക്കണമേ റബ്ബേ. അവരെ പുതിയാപ്പിളമാര് സാലിഹ്യങ്ങളാകണമേ തമ്പുരാനെ. അള്ളാഹുവേ, എന്റെ ഭാര്യയുടെ ദുസ്വഭാവം ഒന്ന് തീർന്നെങ്കിൽ, ഈ ക്ലാസിന്റെ പെണ്ണൊന്ന് കേട്ടെങ്കിൽ എന്ന് വിചാരിക്കുന്ന സഹോദരന്മാർ ഈ സദസ്സിലുണ്ടാവും. പഠിച്ചവനെ, അവരെയും നല്ലവരാക്കണമേ റബ്ബേ. എല്ലാരും നല്ലവരാക്കണമേ റബ്ബേ. സ്വഭാവം പട്ടുപോലെയായാൽ അതാണ് തുലാസിൽ ഏറ്റവും കനമെന്ന് ഹബീബായ റസൂലുള്ളാഹി. അങ്ങനെയുള്ള സ്വഭാവം ഞങ്ങൾക്ക് പരസ്പരം നൽകണമേ തമ്പുരാനെ. മുസ്ലിമായെങ്കിൽ എന്ന് മറ്റുള്ളവർക്ക് കൊതി തോന്നുന്ന ഒരവസ്ഥ ഞങ്ങളെ തൊണ്ടുണ്ടാവണമേ തമ്പുരാനെ. മറ്റുള്ളവർക്കും ഹിദായത്ത് ഞങ്ങളെ കൊണ്ട് ലഭിക്കണമേ റബ്ബേ. അനവധി അള്ളാഹുവിന്റെ ദീനിലേക്ക് വന്നവർ ഈ കൂട്ടത്തിലുണ്ട് റബ്ബേ. നിന്റെ ബറക്കത്ത് അവരുടെ മേൽ ചൊരിയണമേ റബ്ബേ. നിന്റെ അർശിന്റെ വാതിൽ അവർ നോൽക്കുന്ന നോമ്പിലേക്കും അവരെ നമസ്കാരത്തിലേക്കും നിന്റെ അർശിന്റെ വാതിൽ തുറക്കുമ്പോ ഞങ്ങളെയും കൂട്ടണമേ പഠിച്ചോൻ. ഞങ്ങൾക്കൊരു കഴിവുമില്ല റബ്ബേ. ഞങ്ങൾക്കൊരു കഴിവുമില്ല റബ്ബേ. ഞങ്ങളെ പെങ്ങന്മാരും കുട്ടികളും ഭർത്താക്കന്മാരെ അമേരിക്ക പിടിച്ചു കൊണ്ടുപോയി കൊന്നു. പിന്നെ എവിടെയോ നരകയാതനയിൽ ജയിലിലിട്ടു. എവിടെയാണെന്ന് പോലും അറിയില്ല. പകലും രാത്രിയും കണ്ണീര് കുടിച്ച് മക്കളെ മുഖത്തേക്ക് നോക്കി കരയുന്ന ഉമ്മ, വാതിൽ പിന്നിൽ വിട്ട് പാവിട്ട് കരയുന്ന ഉമ്മ, ഉമ്മയുടെ കാൽ ചുവട്ടിലൂടെ നടന്ന് ഭക്ഷണം എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്ന മക്കൾ. റബ്ബേ, അവരെ അപ്പോലമാക്കിയ അമേരിക്കൻ തമ്മാടിയെ പരാജയപ്പെടുത്തണമേ തമ്പുരാനെ. വർഹമില്ലാഹുമ്മ ബി അഹ്ലിൽ ഇറാഖ് വ അഹ്ലി ഫലസ്തീൻ വ അഹ്ലി ഫലസ്തീൻ വർഹമില്ലാഹുമ്മ ബി അഹ്ലി ഫലസ്തീൻ വ അഹ്ലി സായിരി ബുൽദാനിൽ മുസ്ലിമീൻ. ഞങ്ങളെ രാജ്യത്തിനും നല്ലത് വരണമേ റബ്ബേ. ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി എല്ലാവരും ഏകോദര മക്കളായി നാട്ടിൽ ജീവിക്കണമേ തമ്പുരാനെ. കലാപത്തെ തൊട്ട് കാക്കണമേ റബ്ബേ. ആരൊക്കെ കലാപത്തിന് ശ്രമിച്ചാലും അവരെ പരാജയപ്പെടുത്തണമേ റബ്ബേ. ഇരുട്ടിന്റെ മറവിൽ സമുദായങ്ങളെ തമ്മിലടിക്കുന്ന തമ്മാടികൾ ആരാണെങ്കിലും അവരെ പരാജയപ്പെടുത്തണമേ റബ്ബേ.
ഇവിടെ ഹിന്ദുവും മുസൽമാനും ഇന്ന് വരെ കൂടിച്ചേർന്ന് ജീവിച്ചിട്ടുണ്ട്. ആ ജീവിതം നിലനിൽക്കണമേ റബ്ബേ. അല്ലാഹുവേ, സന്തോഷത്തിന്റെ ജീവിതം നിലനിൽക്കണമേ റബ്ബേ. ശറഇന്റെ പരിധിയിൽ നിന്നുകൊണ്ട് സഹോദര സമുദായങ്ങളോട് കൂട്ടിച്ചേരാൻ ഞങ്ങളെ നീ തൗഫീഖ് ചെയ്യണമേ റബ്ബേ. റബ്ബന ആതിന ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ.